അതെ, ഞാൻ നിങ്ങളോട് ലാസ്റ്റ് വീഡിയോ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഇന്റർനാഷണൽ എക്സാമിന് ഞാൻ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നുള്ള കാര്യം നിങ്ങളോട് ഷെയർ ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആണ് കേട്ടോ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോണത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഐ ആം നോട്ട് ആൻ ഏർലി ബേർഡ്. എനിക്ക് രാവിലെ എണീക്കുന്നത് ഇഷ്ടമുള്ള ഒരാളല്ല. പക്ഷെ ഞാൻ +1 പഠിക്കുന്ന ഒരു സമയത്ത് എൻ്റെ പേരൻസ് അതുപോലെ തന്നെ ടീച്ചേഴ്സ് അങ്ങനെയുള്ള ആളുകളൊക്കെ നിർബന്ധിക്കും രാവിലെ എണീക്കാൻ. പക്ഷെ നിർബന്ധത്തിന് വഴങ്ങി ഞാൻ രാവിലെ എണീക്കും. അപ്പോൾ ഞാൻ അവിടെ ഇരുന്ന് പഠിക്കും. പക്ഷെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കൂടുതലും ഉറക്കം വരികയാണ്, അല്ലെങ്കിൽ ഡേ ഇൻ മൈ ലൈഫോ സംതിങ് ഞാൻ പ്ലാൻ ചെയ്യുകയായിരിക്കും ആ സമയത്ത്. കാരണം എനിക്ക് അത്ര കാര്യമായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാനോ ഒന്നും മനസ്സിലാക്കാനോ ഒന്നും ആ സമയത്ത് സാധിക്കുന്നില്ല. പക്ഷേ എനിക്ക് രാത്രിയിൽ ഞാൻ വായിക്കുന്ന കാര്യം എൻ്റെ മനസ്സിൽ നിൽക്കാറുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ നിർബന്ധത്തിന് വഴങ്ങി ഒരു ദിവസം രാവിലെ ഏർലി മോർണിംഗ് എഴുന്നേറ്റ് വീട്ടിലിരിക്കുകയാണ്. അപ്പോൾ നാട്ടിൽ കറണ്ടൊക്കെ പോകുമല്ലോ, കറണ്ട് കട്ടുണ്ടായിരുന്നു വന്ന്. അപ്പം ടേബിൾ ലാമ്പിൻ്റെ വെളിച്ചത്തിലാണ് ഞാൻ ഇവിടെ ഇരിക്കുന്നത്, കാരണം കണ്ണിന് സ്ട്രെയിൻ ഉണ്ടാകാതിരിക്കാനാണ്. അപ്പം കറണ്ട് പോയപ്പം എൻ്റെ ഫാദർ എനിക്ക് മെഴുകുതിരി കത്തിച്ചു തന്നു. ഞാൻ ആ മെഴുകുതിരി അവിടെ വെച്ചു. ശരിക്കും ഞാൻ അവിടെ ഇരുന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ ഈ മെഴുകുതിരി എന്നുള്ള ആ ഒരു തീയ് ടേബിൾ ലാമ്പിലേക്ക് കയറി പിടിച്ചു. നമ്മുടെ പ്ലാസ്റ്റിക് ആണല്ലോ ടേബിൾ ലാമ്പ്, അത് ഉരുകാൻ തുടങ്ങി. ശരിക്കും പ്ലാസ്റ്റിക്കിന്റെ മണം കേട്ട് എനിക്ക് കോഫിയായിട്ട് വരുമായിരുന്നു എൻ്റെ ഫാദർ. അപ്പം എൻ്റെ അമ്മയ്ക്ക് അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആങ്ങള എൻ്റെ ബ്രദർ എന്നെക്കാൾ ഒരുപാട് ഇളയതാണ്. അപ്പം ആ സമയത്ത് അമ്മ കുട്ടിയുടെ കാര്യത്തിൽ തിരക്കാണ്. അതുപോലെ തന്നെ അമ്മ കിച്ചണിൽ കോഫി തിളപ്പിച്ച് തന്നു. അപ്പം എൻ്റെ ഫാദർ ആ കോഫിയുമായിട്ട് എൻ്റെ അടുത്തേക്ക് വരികയാണ്. അപ്പം ആ ഒരു സമയത്ത് ശരിക്കും ആ പ്ലാസ്റ്റിക്കിന്റെ മണവും തീയും ഒക്കെ കണ്ടതോടുകൂടി എൻ്റെ ഫാദർ ആകെപ്പാടെ ഞെട്ടി. പിന്നെ അതുപോലെ തന്നെ ആ തീ അവിടെ കെടുത്തി. അതിനുശേഷം എൻ്റെ രാവിലത്തെ പഠനം അവിടെ സ്റ്റോപ്പ് ചെയ്തു. പക്ഷെ അതോടുകൂടി ഞാൻ രാത്രിയിൽ പഠിക്കാൻ തുടങ്ങി. എൻ്റെ ആ ഒരു സ്റ്റൈലിലേക്ക്, അല്ലെങ്കിൽ എൻ്റെ ആ ഒരു രീതിയിലേക്ക് ആ പഠനത്തെ എനിക്ക് കൊണ്ടുവരാൻ പറ്റി. അപ്പൊ ശരിക്കും ഞാൻ പറഞ്ഞു വന്ന എന്നതാന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മുടെ ഈ ടൈമൊന്നും പഠിത്തത്തിൽ വലിയ കാര്യമുള്ള കാര്യമല്ല. നമുക്ക് എപ്പോഴാണോ കോൺസെൻട്രേഷൻ കിട്ടുന്നത്, നമുക്ക് എപ്പോഴാണോ നമ്മുടെ മനസ്സും ശരീരവും ഒരുപോലെ നമുക്ക് ആ ഒരു ബ്രെയിനെ വർക്ക് ചെയ്യാൻ സാധിക്കുന്നത്, ആ ഒരു സമയം നിങ്ങൾ എടുക്കുക. എന്നിട്ട് 1 അവർ ആകാം, 2 അവർ ആകാം, നിങ്ങൾ ആ ഒരു സമയത്ത് കുറച്ചുകൂടി കോൺസെൻട്രേഷൻ കൊടുത്ത് നിങ്ങളുടെ ഒരു ഇൻപുട്ട് ഇടുക. അപ്പോൾ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. കാരണം ഈ ഇന്റർനാഷണൽ എക്സാംസ് എന്നൊക്കെ പറയുന്നത്, പ്രത്യേകിച്ച് ഇംഗ്ലീഷ് ആൻഡ് IQN, അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും മനസ്സിലാക്കി പഠിക്കണം. കാരണം നേഴ്സിംഗ് പ്രാക്ടീസ് നോളജാണ് അവർ അസസ് ചെയ്യുന്നത്. പക്ഷേ ഇത് ഒരുപാടുണ്ട്. അപ്പം നമ്മൾ ചിലർക്ക് ഒരു പ്രാവശ്യം വായിച്ചാൽ മതി, ചിലർക്ക് 10 പ്രാവശ്യം വേണം, ചിലർക്ക് ബുക്കിൽ എഴുതിയിടണം. അപ്പം നിങ്ങൾ എന്താണോ അത് നിങ്ങളെ തന്നെ പോളിഷ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.